ഇതാണ് ഹ്യൂമിക് ആസിഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു പുതിയ ചെടി ചട്ടിയിലേക്ക് കവർന്ന് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളത്തിന് ബദൽ വയ്ക്കുന്ന സാധനമാണ് ഹ്യൂമിക് ആസിഡ്. എന്തിനാ വെച്ചാൽ പെട്ടെന്ന് വേരോട്ടം ഉണ്ടാവാനും ചെടി പെട്ടെന്ന് ഗ്രോത്ത് ആവാനും വേണ്ടിയിട്ടാണ്. അത് നമ്മളൊരു ബക്കറ്റിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി പോകുന്നൊരു വിഷയം വരുന്നില്ല, എന്തായാലും വേര് പിടിക്കും. ഇതാണ് ഹ്യൂമിക് ആസിഡ്. ഇതിൻ്റെ അളവ് എങ്ങനെയാ വെച്ചാൽ ഒരു 20 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 10 ഗ്രാം ഇത്ര മതി. 10 ഗ്രാം പൊടിയോ? 10 ഗ്രാം ഹ്യൂമിക് ആസിഡ്. അതൊരു തരം ഒരു ബ്ലാക്ക് പൊടിയാണ്. ഇതാണ് ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പ് കളർ ഒരു പൊടിയാണിത്. ഏകദേശം ഒരു 20 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. 10 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം 15 ഗ്രാം താഴെ. ഇതൊരു 20 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്താൽ തന്നെ വെള്ളമൊക്കെ ബ്ലാക്ക് കളറിലേക്ക് മാറും. ഇത് ഈ ചെടിയാണ് മെലസ്റ്റോമ. മെലസ്റ്റോമയിൽ 4 കളർ വരുന്നുണ്ട്. 4 നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇത് വെച്ചിട്ടുള്ള ഈ പോട്ട് ഇത് 12 ഇഞ്ച് പോട്ടാണ്. 12 ഇഞ്ച് പോട്ട്. പിന്നെ ഇത് ലാൻഡ് ഓർക്കിഡാണ്. ലാൻഡ് ഓർക്കിഡിൽ 5 കളേഴ്സ് വരുന്നുണ്ട്. അത് 5 നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിപ്പം പുതിയത് റീപ്പോർട്ട് ചെയ്തതാണ് ചട്ടിയിലേക്ക്. ഈ ചട്ടി 12 ഇഞ്ചാണ്. ഈ പോട്ട് വരുന്നത് 20 ഇഞ്ചാണ്. കാരണം അത് ഒരു 4 വർഷം വരെയൊക്കെ ഇതിൽ സുഖമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇത് 20 ഇഞ്ചാക്കിയത്. പിന്നെ ഇവിടെ അതിൻ്റെ ചെറിയ ഇന്ത്യൻ മുസമ്പിയാണ്. ഇതിൻ്റെ പോട്ട് വന്നിട്ടുള്ളത് 16 ഇഞ്ചാണ്. ഇത് 16 ഇഞ്ചാണ്. പിന്നെ ഡ്രമ്മ് കട്ട് ചെയ്തതാണ്. ഇത് ഏകദേശം 40 ലിറ്ററിൻ്റെ ഡ്രമ്മ് കട്ട് ചെയ്തതാണ്. നമ്മളെ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ പോട്ട് ഏതാണ് സൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ആൻസറാണ് ഇപ്പോൾ പറഞ്ഞത്. പോട്ടിൻ്റെ സൈസുകളൊക്കെ